കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പി ശശിയാണ്. കേരളത്തിൻ്റെ DGP എന്ന് പറയുന്ന ADGP ആണ്. ഇവിടെ മുഖ്യമന്ത്രിയും ഇല്ല, DGPയും ഇല്ല. DGP ആരാണെന്ന് പോലും ആർക്കും അറിയില്ല. ഈ തരത്തിൽ കേരള പോലീസിനെ അധപ്പതിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടാകില്ല. എന്തെല്ലാം ആരോപണമാണ് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA പുറത്തു കൊണ്ടിരുന്നത്. മരം വെട്ട് കേസിലെ ഒരു പ്രതിയായിട്ടുള്ള ഒരു SP-യുടെ സംഭാഷണം പുറത്തു വന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇതുപോലൊരവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നാണമില്ലാതെ വീണ്ടും ഭരണത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ അപമാനകരമായ സ്ഥിതിവിശേഷമല്ലേ ഈ ഇടതുമുന്നണി ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. കേരളത്തിലെ പോലീസും ഭരണ സംവിധാനവും ആഭ്യന്തര വകുപ്പും ഇന്ന് അധോലോകത്തിൻ്റെ പിടിയിലായിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അൻവറിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അൻവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നത് ഒരു വലിയ കാര്യമാണ്. ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അൻവർ പറയുന്നത്. അൻവർ പറയുന്നത് കൊണ്ട് നമുക്ക് തെറ്റായണമെന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഭരിക്കുന്നത് പി ശശിയാണ്, പോലീസിനെ ഭരിക്കുന്നത് പി ശശിയാണെന്നും DGP-യുടെ റോൾ എടുക്കുന്ന ADGP ആണെന്നും അറിയാത്തവരായിട്ട് ആരാ ഇവിടെ ഉള്ളത്? അപ്പോൾ ഇതുപോലെ നാണം കെട്ട ഒരു അവസ്ഥാവിശേഷം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ മുഖ്യമന്ത്രിയിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരള പോലീസിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകത. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒരുപക്ഷെ ഭരണത്തിലുള്ള സ്വാധീനം ഒരുപക്ഷെ പാർട്ടിയുടെ ഒരു ഇടപെടൽ കൊണ്ടാണെന്ന് വിചാരിക്കും. ഈ ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഈ ഭരണത്തിൽ, അതും ADGP ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു സ്വാധീനം പോലീസ് സേനയിൽ വിനിയോഗിക്കാൻ പറ്റുന്നത്? പണ്ടും ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അന്ന് IG ആയിരുന്നു, എറണാകുളം റേഞ്ച് IG ആയിരുന്നു. അന്നൊന്നും അദ്ദേഹത്തിന് ഇത്രയും വലിയ ക്ലൗട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ക്ലൗട്ട് എങ്ങനെ ഉണ്ടായി? ആരാണ് ഈ അമിതമായ അധികാരം ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്? DGP-യെ പോലും മറികടന്നുകൊണ്ട് എങ്ങനെ ഒരു ADGP-ക്ക് പ്രവർത്തിക്കാൻ കഴിയും? അപ്പോൾ ഇതിന് ഭരണത്തിൻ്റെ ഒത്താശയുണ്ട്. ഭരണത്തലവൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ഭരണത്തലവൻ്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. MLA-മാരുടെയും മന്ത്രിമാരുടെയും ഫോൺ ടേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അവരെ ക്രിമിനൽ കുറ്റമല്ലേ? അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ആരുടെയൊക്കെ ഫോണാണ് ടേപ്പ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതൊന്നുമില്ലാതെ വേണമെങ്കിൽ പോലീസ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരിക്കലും കേരളത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണത്. അത് സുപ്രീം കോടതിയുടെ നിരവധി വിധികൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ക്രിമിനൽ രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഭരണത്തെ ഒരു അധോലോക സംഘം, പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGP-യും ചേർന്നുള്ള ഒരു അധോലോക സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. ഒരു ഭരണകക്ഷി MLA ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ ഒരു വാക്ക് പറയാൻ തയ്യാറായില്ലല്ലോ. പാർട്ടി സെക്രട്ടറി മൗനം പാലിക്കുകയല്ലേ ചെയ്തത്? EP ജയരാജനെ പുറത്താക്കാൻ കാണിച്ച ആവേശം അൻവറുടെ കാര്യത്തിൽ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അപ്പോൾ ഇതെല്ലാം വലിയ തോതിലുള്ള അധോലോക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ സർക്കാർ മാറുകയാണ്.